ഹോംവർക്ക് പി എസ് സിയിലേക്ക് സ്വാഗതം. ഡിസംബർ 23 പി എസ് സി നടത്തിയ ഓഫീസ് അസിസ്റ്റൻറ്റ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഫൈനൽ ആൻസർ കീ 3 ക്വസ്റ്റ്യനാണ് ഡിലീറ്റ് ആയത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് മുണ്ട റിവോൾട്ട്. ഇവിടെ 1ഉം 2ഉം ശരിയാണ്, മൂന്നാമത്തതാണ് തെറ്റ്. മുണ്ട റിവോൾട്ട് എന്ന് പറയുന്നത് 1899 1900 കാലഘട്ടത്തിലാണ് നടന്നത്. അത് ശരിയാണ്. അതുപോലെ തന്നെ മുണ്ട റിവോൾട്ടിൻ്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് ബിർസ മുണ്ടയാണ്. അതും ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് ആയിട്ടുള്ളത്. നോർത്ത് വെസ്റ്റ് ഇന്ത്യ വാസ് ദ സെൻറ്റർ ഓഫ് മുണ്ട റിവോൾട്ട്. അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാലും മുണ്ട റിവോൾട്ട് നടക്കുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലായിട്ടാണ്. അതിപ്പോഴത്തെ ജാർഖണ്ഡ് ബീഹാറിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്. 1ഉം 3ഉം ശരിയാണ്. ഝാൻസി റാണി ലക്ഷ്മിബായി ആണ് 1857 റിവോൾട്ടിന് നേതൃത്വം നൽകിയത്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം നൽകിയത്. കാൺപൂരിൽ നാനാ സാഹിബ് ആയിരുന്നു. കാൺപൂരിൽ ഷാമൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ നേതൃത്വം നൽകിയ ആളാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഇവൻറ്റ്സ്. ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദീസ് ഇവൻറ്റ് ആർ. ആൻസർ ബി ആണ്. 2, 3, 1. സ്വദേശി മൂവ്മെൻറ്റ് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രസ്ഥാനമാണ് സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റ് 1905 നടന്നത്. ശേഷം വരുന്നതാണ് പിന്നെ ഗദ്ദാർ മൂവ്മെൻറ്റ്. ഗദ്ദാർ മൂവ്മെൻറ്റ് 1913 ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നത്. 1913. റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ഇവിടെ ഇയർ മിസ്റ്റേക്ക് ഉണ്ട്. 1930 32 കാലഘട്ടത്തിലാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത്. 1930 32 കാലഘട്ടത്തിലാണ്. അപ്പോൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930 32. സ്വദേശി മൂവ്മെൻറ്റ് 1905. ഗദ്ദാ പാർട്ടി 1913. 4, നെയിം ഓഫ് സം ഓഫ് ദ റിവേഴ്സ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് കറക്റ്റ് ഓർഡർ ഫ്രം സൗത്ത് ടു നോർത്ത്. അതായത് തെക്ക് നിന്നും വടക്കേക്ക് നദിയുടെ ഓർഡറിൽ ക്രമീകരിക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഫസ്റ്റ് കാവേരിയാണ് വരുന്നത്. കാവേരി തമിഴ്നാടും കർണാടകയിലായിട്ടാണ് ഒഴുകുന്നത്. മെയിനായിട്ട് ഒഴുകുന്നത് കാവേരി കർണാടകയിലും തമിഴ്നാടിലുമാണ്. ഗോദാവരി എന്ന് പറയുന്നത് മിഡിലായിട്ടാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഗോദാവരി മെയിനായിട്ട് ഒഴുകുന്നത് തെലങ്കാന, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷയാണ്. എന്നാൽ മഹാനദി എന്ന് പറയുന്നത് നോർത്ത് മോസ്റ്റിലുള്ളതാണ്. ഫ്ലോസ് പ്രൈമർലി ത്രൂ ഛത്തീസ്ഗഡ് ആൻഡ് ഒഡീഷ. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും താഴെ കാവേരി, പിന്നെ ഗോദാവരി, പിന്നെ മഹാനദി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പ്ലാനിംഗ് കമ്മീഷൻ. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വരുന്നത്? 1950 മാർച്ച് 15. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. 50 പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് 2015 ജനുവരി 1 നീതി ആയോഗ് വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, എമംഗ് ദ പെയേഴ്സ് ഗിവൺ ബിലോ വിച്ച് ഈസ് ഓർ ആർ കറക്റ്റ്. ഇവിടെ 1ഉം 2ഉമാണ് ശരി. ചമ്പാരൻ സത്യാഗ്രഹം രാജ്കുമാർ ശുക്ലയായിരുന്നു പ്രാദേശിക നേതാവ്. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ 1917 രാജ്കുമാർ ശുക്ല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിനെപ്പറ്റി അന്വേഷിക്കുന്ന കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ജാലിയൻ വാലാബാഗ് മസാക്രുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹണ്ടർ കമ്മീഷൻ. അതും ശരിയാണ്. മൂന്നാമത്തെ സിംല കോൺഫറൻസ് എന്ന് പറയുന്നത് വേവൽ പ്രഭുവിൻ്റെ കാലത്ത് നടക്കുന്നതാണ്. സിംല കോൺഫറൻസ് 1945 വേവൽ പ്രഭുവിൻ്റെ കാലത്താണ്. ഇവിടെ തന്ന ലോർഡ് മൗണ്ട് ബാറ്റൺ എന്ന് പറയുന്നത് 1947 കാലത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോഴും ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയും ലോർഡ് മൗണ്ട് ബാറ്റൺ ആയിരുന്നു. 7, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനെ പറ്റി ശരിയായത് ഏതൊക്കെയാണെന്നാണ്. ആൻസർ ബി ആണ്. 2ഉം 3ഉമാണ് ശരി. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എപ്പോഴാണ്? 1969 വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ശരിക്കും കറക്റ്റ് ഇയർ എന്ന് പറഞ്ഞത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൻ്റെ 1969. ദേവിക റാണി വാസ് ദ ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അപ്പോൾ ഫാൽക്കെ അവാർഡ് കിട്ടിയ ആദ്യ ആളെന്ന് പറയുന്നത് ദേവിക റാണിയാണ്. മലയാള ഫിലിം മോഹൻലാലിന് എപ്പോഴാണ് ഫാൽക്കെ കിട്ടിയത്? 2023 കിട്ടുന്നത്.
2023 ഫാൽക്കെ അവാർഡാണ് മോഹൻലാലിന് കിട്ടുന്നത്. ചൂസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഇവൻറ്റ് ഗിവൺ ബിലോ. ഇവിടെ ശരിക്ക് ഓർഡർ എന്ന് പറയുന്നത് ആൻസർ ഡി ആണ്, 3, 1, 2. ആദ്യം നടക്കുന്നത് വൈക്കം സത്യാഗ്രഹയാണ്. വൈക്കം സത്യാഗ്രഹയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1924-25 രണ്ടാമത് നടക്കുന്നത് തിരുവിതാംകൂറിലുള്ള ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാളാണ് പുറപ്പെടുവിപ്പിക്കുന്നത്. ശേഷം ലാസ്റ്റ് 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. 9. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ബി ആണ്, 1ഉം 3ഉമാണ് ശരി. ശ്രീനാരായണ ഗുരു കൺസക്രേറ്റഡ് എ ലാമ്പ് ഇൻ ദ കാരമുക്കു ടെമ്പിൾ ഇൻ തൃശ്ശൂർ. അതായത് ശ്രീനാരായണ ഗുരു തൃശ്ശൂരിലുള്ള കാരമുക്കിൽ വിളക്ക് പ്രതിഷ്ഠയാണ് നടത്തുന്നത്. അപ്പോൾ കാരമുക്ക് തൃശ്ശൂരിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠ വിളക്കും. അതുപോലെ തന്നെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കളവങ്കോടിൽ കണ്ണാടി പ്രതിഷ്ഠയാണ്. കളവങ്കോടിൽ കണ്ണാടി പ്രതിഷ്ഠയും കാരമുക്കിലെ വിളക്ക് പ്രതിഷ്ഠയും. എന്നാൽ മുരിക്കുംപുഴയിൽ ഇവിടെ തന്ന ഓപ്ഷൻ തെറ്റാണ്. മുരിക്കുംപുഴയിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിക്കുന്നത് സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന് രേഖപ്പെടുത്തിയ കല്ലാണ്. ശിവ എന്ന് പറയുന്നത് അരുവിപ്പുറത്ത് ഒരു കല്ലല്ലേ, ശിവനാന്നും പറഞ്ഞിട്ട് പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ മുരിക്കുംപുഴയിൽ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന് രേഖപ്പെടുത്തിയ കല്ലാണ് പ്രതിഷ്ഠിച്ചത്. എമംഗ് ദ പെയേഴ്സ് ഗിവൺ ബിലോ വിച്ച് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഇവിടെ 1ഉം 2ഉമാണ് ശരി, അതായത് ആൻസർ ഡി ആണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വൈകുണ്ഠസ്വാമിയുടെ ഒരു കൃതിയാണ് അരുൾനൂൽ. സഹോദരൻ അയ്യപ്പൻ്റെ ബുക്ക് സുജനനന്ദിനി രചിച്ചത് സുജനനന്ദിനി പത്രം പരവൂർ കേശവൻ ആശാന്റെയാണ്. സുജനനന്ദിനി പത്രം ആരുടേതാ? പരവൂർ കേശവനാശാൻ. സ്വദേശാഭിമാനി വക്ക അബ്ദുൽ ഖാദർ മൗലവി. അരുൾനൂൽ വൈകുണ്ഠസ്വാമി. സുജനനന്ദിനി പരവൂർ കേശവൻ ആശാൻ. 11. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. സെക്കൻഡറി സ്റ്റോറേജ് അല്ലാത്തത് ക്യാഷെ മെമ്മറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പാർട്ട് ഓഫ് ദ ഇമെയിൽ അഡ്രസ് ആഫ്റ്റർ ദ സിംബോൾ അറ്റ് ഈസ് കോൾഡ്. ആൻസർ ചെയ്യാണ് ഡൊമൈൻ നെയിം. 13. The programs used by search engines to search the web pages stored in different web servers and find possible keywords is called web crawlers. The number of bits the processor can process at one time is called. Answer D, word size. Which of the following protocol is used by browsers to fetch web pages? Answer HTTP. Identify the category in which text editor belongs to. Answer B ആണ് software. Methods of malware identification used by antivirus not includes. Answer D ആണ് ransomware methods. 18. Which of the following is Unicode encoding form? Answer D ആണ് all of these. Which devices reads magnetic in character and is essential for bank check processing? Answer A, MICR. 20. After practicals, Anu left the computer laboratory but forgot to sign off from his email account. Later, his classmate Raju started using the same computer. He is now logged in as Anu. He sends inflammatory email messages to few of his classmates using Anu email account. Raju's activity is an example of which of the following cybercrime? Answer B ആണ് identity theft ആണ്. Word art is used to. Answer B, apply decorative text effect. 22. Which view is best for typing and editing large amount of text without distraction from page layout? Answer A, draft view. 23. Before submitting a project, you want to check for spelling mistake in the entire document. Which of the functional key is used? Answer C, F7. A drop cap is typically applied to. Answer B ആണ് the first letter of the paragraph. 25. You are preparing invitation letters for 100 parents. Which MS Word feature will help you avoiding typing each name separately? Answer B, mail merge. 26. In a large document, you want to table of contents entries to display up to heading level 5, but the default is level 3. How do you change this? Answer C ആണ് custom TOC എടുത്ത് show levels എടുത്ത് set to 5. 27. You insert footnote in MS Word document and later convert it into an endnote. Where will Word place that note by default?
ആൻസർ ഡി ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. 28 വിച്ച് ചേഞ്ച് കേസ് ഓപ്ഷൻ വിൽ കൺവേർട്ട് എം മൈക്രോസോഫ്റ്റ് വേർഡ് ഇൻറ്റു മൈക്രോസോഫ്റ്റ് വേർഡ്. ആൻസർ ബി ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. 29 യു പ്രസ് കൺട്രോൾ പ്ലസ് എൻ്റർ ഇൻ മിഡിൽ ഓഫ് ദ പേജ് വാട്ട് ഹാപ്പൻസ്. ആൻസർ ബി ഇൻസേർട്ട് എ പേജ് ബ്രേക്ക്. 30 to change the margin setting or page orientation for only a part of the document which break must be inserted. Answer C section break. 31 a single Excel file is called. Answer B workbook. The intersection of row and column in Excel is called SL. In Excel 2019 the maximum number of rows in worksheet is 104856. Which symbol is always used to begin a formula in Excel. Answer B ആണ് equal. Which bar shows the content of the activity cell. Answer B formula bar. Which shortcut opens same as dialog box in Excel. F12. Which tab in the ribbon contain filter button in most Excel version. Answer C data. What is the primary purpose of pivot table in Excel. Answer B to summarize and analyze data. Which tab contains the data validation option in Excel. Answer B data tab. Which function is used to calculate the sum of range of cells. Answer B sum. Which slide view is best suited for reordering and deleting multiple slides quickly. Answer C slide sorter view. When inserting a new slide using the ribbon home new slide drop down, which advantage does this method have over pressing Ctrl plus M? Answer B ആണ് it allows choosing the exact layout before insertion. When you insert a smart art diagram and later which its layout, what happens to the existing text? Answer A ആണ് text is always preserved and automatically rearranged. 44 which of the following statement about smart art is or are correct? ആൻസർ എ ആണ് 1ഉം 3ഉമാണ് ശരി. 45 വിച്ച് ഓഫ് ദ ഫോളോയിങ് മൾട്ടിമീഡിയ ആക്ഷൻ കനോട്ട് ബി പെർഫോംഡ് ഡയറക്ട്ലി ഇൻ പവർ പോയിന്റ്. ആൻസർ ഡി ചേഞ്ച് വീഡിയോ പ്ലേ ബാക്ക് സ്പീഡ്. 46 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അബൌട്ട് വീഡിയോ ബുക്ക്മാർക്ക് ഇൻ പവർ പോയിന്റ് ഈസ് ഓർ ആർ കറക്റ്റ്. ആൻസർ എ ആണ് 1ഉം 2ഉമാണ് ശരി. 47 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ അബൌട്ട് ഇൻസേർട്ടിംഗ് ഹൈപ്പർ ലിങ്ക്സ് ഇൻ പവർ പോയിന്റ്. ആൻസർ ഡി ആണ് 1ഉം 2ഉം 3ഉം 4ഉം ശരി. 48 which of the following best describes the difference between a hyperlink and an action button in PowerPoint. Answer B ആണ് a hyperlink can apply to text or objects while an action button is pre-designed shape for navigation. 49 which slide show setting allows you to run a presentation automatically without manual navigation. Answer A ആണ് 50 which of the following action can be performed in slide sorter view. ആൻസർ എ ആണ് 2ഉം 3ഉം. 51 ഡിഫറെൻറ്റ് സൈസ് ഓഫ് ടൈപ്പ് റൈറ്റേഴ്സ് ആർ. ആൻസർ എ ആണ് ഫുൾ സ്കാപ്പ്, ഡ്രാഫ്റ്റ്, പോളിസി ആൻഡ് മാനിഫെസ്റ്റ്. 52 പാർട്സ് ഓഫ് ദ റോക്ക് മെക്കാനിസം. ആൻസർ ഡി ആണ് 1ഉം 2ഉം ശരി. ലൂസ് ഡോക്ക് ആൻഡ് റിജിഡ് റോക്ക്, എസ്കേപ്മെൻറ്റ് വീൽ ആൻഡ് പൈനിയൺ വീൽ. 53 റീസൺ ഓർ റീസൺസ് ഫോർ ജെർക്കി മൂവ്മെൻറ്റ് ഓഫ് ദ കാരേജ്. ആൻസർ സി ആണ് 1ഉം 3ഉമാണ് ശരി. 54 ബാഡ് അലൈൻമെൻറ്റ് ഈസ് ഡ്യൂ ടു. ആൻസർ ഡി 1, 2, 4 ആണ് ശരി. 55 ടൈപ്പ് ബാർ ഈസ് കണക്റ്റഡ് ടു സെഗ്മെൻറ്റ് ബൈ മീൻസ് ഓഫ്. ആൻസർ ബി ഫൾക്രം വയർ. 56 വാട്ട് ആർ ദ 2 types of typewriters. Answer D portable and standard. 57 official letters are concluded by. Answer C ആണ് 1 is only correct. Yours faithfully. Which of the following statement is or are correct? Answer A ആണ് 1ഉം 2ഉം ശരിയാണ്. ETC is the abbreviation of etc. Which of the following statement is are correct? Answer B ആണ് 3 is only correct. 61 which of the following options are most similar in meaning to the word agitated mentioned in the passage? Answer C ആണ് 1, 3 and 4. Worried, troubled, flustered. Past tense of the verb lay. Answer B ആണ് laid. 62 an example of adjective phrase from the passage is. ആൻസർ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 64ഉം ക്യാൻസൽ ആണ്. 65 വിച്ച് വൺ ഈസ് ദ കറക്റ്റ്? ആൻസർ സി ആണ്. ഇഫ് ഐ വർ യു ഐ വുഡ് കംപ്ലീറ്റ് ദ ടാസ്ക് ഓൺ ടൈം. ക്വസ്റ്റ്യൻ്റെ ഭാഗത്ത് ഈ ഫൈവർ എന്ന് തുടങ്ങുന്ന വാക്യങ്ങളിൽ രണ്ടാമത്തെ ഭാഗത്ത് വുഡ് പ്ലസ് വെർബ് ആയിരിക്കണം.
അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ സി ആണ്. ഇഫ് ഐ വർ യു ഐ വുഡ് പ്ലസ് വെർബ് കംപ്ലീറ്റ് ദ ടാസ്ക് ഓൺ ടൈം. പിന്നെ കംപ്ലീറ്റഡ് എന്നും പറഞ്ഞിട്ട് വരില്ല, വുഡ് കഴിഞ്ഞിട്ട് നമ്മൾ ബേസ് വെർബേ വേണ്ടു. അപ്പോൾ വുഡ് പ്ലസ് V1 ആണ്. അപ്പോൾ വുഡ് കംപ്ലീറ്റ് ദ ടാസ്ക് ഓൺ ടൈം. 66 ഷീ യൂഷ്വലി വിയേഴ്സ് സാരി ബട്ട് നൗ ഷീ ഡാഷ് പാൻസ്. ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ഈസ് വിയറിങ്. അതായത് യൂഷ്വലി, അതായത് പതിവായി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കാണിക്കുന്ന ഹാബിച്വൽ ആക്ഷൻ വരുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ യൂഷ്വലി ഫോളോ ചെയ്തിട്ടുള്ളത് വിയേഴ്സ് ആണ്. അത് സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഷീ യൂഷ്വലി വിയേഴ്സ് സാരി എന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻ്റ് ആണ്. ബട്ട് നൗ ഷീ ഡാഷ് പാൻസ്. അപ്പം നൗ വന്നാലും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. നൗ എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ വരുന്ന ടൈമിംഗ് വേർഡാണ്. അതുപോലെ യൂഷ്വലി എന്ന് പറയുന്നത് ഹാബിച്വൽ ആക്ഷനെ കാണിക്കുന്നു. യൂഷ്വലി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസൻറ്റും. അപ്പോൾ യൂഷ്വലി വിയേഴ്സ് സാരി ബട്ട് നൗ ഷീ ഈസ് വിയറിങ് പാൻസ്. നൗ വന്നാൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് വേണം. 67 എ നമ്പർ ഓഫ് സോൾഡിയേഴ്സ് ഡാഷ് ലോസ്റ്റ് ദെയർ ലിവ്സ്. എ നമ്പർ ഓഫ് സോൾഡിയേഴ്സ്. അപ്പോൾ ഇവിടെ എ നമ്പർ ഓഫ് വന്നാൽ നമ്മൾ എപ്പോഴും വെർബ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ളത് ഹാവും ആറും ആണ്. ആൻസർ എ ആണ്, ഹാവ്. അപ്പോൾ എ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ഹാവ് ലോസ്റ്റ് ദെയർ ലിവ്സ്. യു ഹാഡ് ബെറ്റർ ഡാഷ് ഇറ്റ് നൗ. യു ഹാഡ് ബെറ്റർ ഡു ഇറ്റ് നൗ. യു ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ എപ്പോഴും എന്ത് വേണം? ബെയർ ഇൻഫിനിറ്റീവ് വേണം. ഹാഡ് ബെറ്റർ എന്ന പ്രയോഗത്തിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ്, അതായത് ടു ചേർക്കാത്ത ബേസ് വേർബ് ഉപയോഗിക്കണം. ആൻസർ ബി, ഡു. 69 ദീപക് എൻറോൾഡ് ഇൻ ഡാഷ് യൂണിവേഴ്സിറ്റി ഇൻ ചെന്നൈ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലെറ്റർ യു ആണെങ്കിലും ഉച്ചരിക്കുമ്പോൾ അത് യായി മാറും, അല്ലെങ്കിൽ വൈ ആയി മാറും. അതുകൊണ്ട് തന്നെ ആനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, എ ആണ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ഉപയോഗിക്കേണ്ടത്. ദീപക് എൻറോൾഡ് ഇൻ എ യൂണിവേഴ്സിറ്റി ഇൻ ചെന്നൈ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഓഫ് ദ ഗിവൺ ഇഡിയം. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അതായത് ഒരു മേലോട്ടും താഴോട്ടുമായിട്ട് ഇങ്ങനെ മാറി മാറി കളിക്കുന്നു. അതായത് അൺസർട്ടനിറ്റീസ് ആണ്. ആൻസർ ഡി ആണ്, അൺസർട്ടനിറ്റീസ്. 71 റീഅറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ഓർ ഫ്രേസ് ടു ഫോം എ മീനിങ് ഫുൾ സെൻറ്റൻസ്. ആൻസർ സി ആണ്, ഷാൾ ഐ ലീഡ് യു എനിവർ. 72 ഐ കുഡ് ലുക്ക് ഡൗൺ ഡാഷ് ദ ബനാന ലീവ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ബനാന ലീവ്സിൻ്റെ ഇടയിലൂടെ എനിക്ക് നോക്കാൻ പറ്റും എന്നുള്ള മീനിങ്. അപ്പോൾ ത്രൂ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ആൻസർ ഡി ആണ്. ഐ ആം ലേറ്റ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഐ ആം ലേറ്റ്. അപ്പോൾ ഐ ആം എന്ന് തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ആറിഞ്ച് ആയിരിക്കും. എന്നാൽ ഐ ആം എന്ന് തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ യു ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസാണ്, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, അപ്പോൾ ആറിഞ്ചായി. അപ്പോൾ ഐ ആം ലേറ്റ് ആറിഞ്ചായി. ആൻസർ ബി. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് ഡാഷ് ടു ദ ഹൗസ്. ഇവിടെ റാൻ അപ്പാണ്. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് റാൻ അപ്പ് ടു ദ ഹൗസ്. അതായത് ഇവിടെ പുട്ട് ഓൺ എന്ന് വെച്ചാൽ എന്താ? പുട്ട് ഓൺ ഫ്രേസൽ വേർബ് വിയർ എന്നാണ്. അപ്പോൾ ദെൻ ഹി പുട്ട് ഓൺ ഹിസ് ഹാറ്റ്, അവൻ തൊപ്പി ധരിച്ച് അല്ലേ. ആൻഡ് ഡാഷ് ടു ദ ഹൗസ്, വീട്ടിലേക്ക് ഡാഷ്. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് എന്താ ചെയ്തതെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഓപ്ഷൻസിൽ നമുക്ക് റാൻ ഓൺ എന്ന് വെച്ചാൽ കണ്ടിന്യൂ എന്നുള്ള ഒരു മീനിങ്ങിലാണ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് റാൻ ഔട്ട് എന്ന് വെച്ചാൽ ഒന്ന് ഇല്ലാണ്ടാവുക, റാൻ ഔട്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക എന്നുള്ള മീനിങ്ങാണ്. റാൻ അപ്പ് എന്ന് വെച്ചാലോ, റാൻ അപ്പ് എന്ന് വെച്ചാൽ മീൻസ് ടു മൂവ് ക്വിക്ക്ലി ടുവാർഡ്സ് സംതിങ്, എന്തിലേക്കെങ്കിലും പെട്ടെന്ന് പോവുക. അപ്പോൾ ഇവിടെ റാൻ ഔട്ട് എന്ന് പറയുമ്പോൾ റാൻ ഔട്ട് ടു ദ ഹൗസ് എന്ന് ഒരിക്കലും വരില്ല. കാരണം റാൻ ഔട്ട് എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് പുറത്തേക്ക് പോയി എന്ന് പറയില്ലല്ലോ. അപ്പോൾ റാൻ ഔട്ട് ഓപ്ഷൻ വരില്ല. പിന്നെ റാൻ അപ്പ്, ഏതിലേക്കെങ്കിലും തിരക്കിട്ട് പോകുന്നതിനെയാണ് റാൻ അപ്പ്. മീൻസ് ടു മൂവ് ക്വിക്ക്ലി ടുവാർഡ്സ് സംതിങ്, എന്തിനെങ്കിലും നേരേക്ക് തിരക്കിട്ട് പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് തിരക്കിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി എന്നുള്ളതിൽ റാൻ അപ്പാണ് ഓപ്ഷൻ വരിക. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് ഹാറ്റ്, അവൻ തൊപ്പി ധരിച്ചു. ആൻഡ് റാൻ അപ്പ് ടു ദ ഹൗസ്. റാൻ അപ്പ് എന്ന് വെച്ചാൽ മീൻസ് ടു മൂവ് ക്വിക്ക്ലി ടുവാർഡ്സ് സംതിങ്. റാൻ അപ്പ് എന്താ? റാൻ അപ്പ് ടു ദ ഹൗസ്, അതായത് റാൻ അപ്പ് മീൻസ് ടു മൂവ് ക്വിക്ക്ലി ടുവാർഡ്സ് സംതിങ്, ഏതിൻ്റെങ്കിലും നേരത്തേക്ക് പെട്ടെന്ന് പോകുന്നതാണ്. റാൻ ഔട്ടോ യൂഷ്വലി മീൻസ് ടു ഹാവ് നൺ ലെഫ്റ്റ്, അതായത്
തീർന്നു പോയി എന്നുള്ളതിൽ. ഓർ റാൻ ഔട്ട് എന്ന് വെച്ചാൽ ശരിക്കും തീർന്നു പോയി എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. റാൻ ഔട്ട് തീർന്നു പോയി എന്നുള്ള മീനിങ്ങിലാണ് ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുന്നതായിട്ട് തിരക്കിട്ട് പോകുന്നതായിട്ടും റാൻ ഔട്ട് ഉപയോഗിക്കാം. റാൻ ഓൺ എന്ന് വെച്ചാൽ മീൻസ് ടു കണ്ടിന്യൂ, നോട്ട് സ്യൂട്ടബിൾ ഫോർ അപ്രോച്ചിങ് എ ഹൗസ്. Ran out, this is typically meant to leave a building or exhaust a supply. While one can ran out the house, one does not ran out to the house. അതായത് റാൻ ഔട്ട് ഓഫ് ഹൗസേ പറ്റും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനേ പറ്റും. വീട്ടിലേക്ക് പുറത്തേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ, അതാണ് റാൻ ഔട്ട് പറ്റാത്തത്. ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ ഡാഷ് ഐ ഗേവ് യു ടുഡേ മോർണിംഗ്. ആൻസർ ബി ആണ് ദാറ്റ്. അതായത് ഏതെങ്കിലും വസ്തുവിനെ നമുക്ക് വീണ്ടും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ദാറ്റ് അല്ലെങ്കിൽ വിച്ച് ഉപയോഗിക്കും. ഇവിടെ ദാറ്റാണുള്ളത്, അതുകൊണ്ട് ആ വസ്തുവിനെ വീണ്ടും സൂചിപ്പിക്കാൻ വേണ്ടി ദാറ്റ് ഉപയോഗിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് സ്ട്രോങ്ലി സ്പെൽറ്റ്? ആൻസർ എ ആണ്. അത് തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണ്. ശരിയായത് സീലുണ്ട്. ഡെലിൻക്വൻറ്റ് എന്ന് വെച്ചാൽ എ പേഴ്സൺ യൂഷ്വലി യങ് ഹു ബിഹേവ്സ് ഇൻ എ വേ ദാറ്റ് ഈസ് ഇല്ലീഗൽ ഓർ നോട്ട് ആക്സെപ്റ്റബിൾ ടു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. റിപ്പോർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ്. വൈ ഡിഡ് യു കം ലേറ്റ്? The teacher asked James. Why did you come late? The teacher asked James. Answer B ആണ്. The teacher asked James why he had come late. ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സെൻറ്റൻസ് ആദ്യത്തെ നമുക്ക് തന്ന ക്വസ്റ്റ്യനിലെ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എന്തിലേക്ക് മാറും? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. അപ്പോൾ എന്ത് ചെയ്യും? വൈ ഡിഡ് യു കം ലേറ്റ് എന്നുള്ളത് എന്ത് ചെയ്യും? വൈ ഹി ഹാഡ് കം ലേറ്റ് ആവും. ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻറ്റു പാസീവ് വോയിസ് ആണ്. ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻറ്റു പാസീവ് വോയിസ്. ഹി പോസ്റ്റഡ് ദ ലെറ്റർ. ആൻസർ ബി ആണ്. ദ ലെറ്റേഴ്സ് വർ പോസ്റ്റഡ് ബൈ ഹിം. ദ എർത്ത് 79. ദ എർത്ത് അറൗണ്ട് ദ സൺ. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, ഒരു ശാസ്ത്രീയ സത്യമാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കണം. അപ്പോൾ ആൻസർ ബി ആണ്, റിവോൾവ്സ്. 80. ചൂസ് ദ സെൻറ്റൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് പങ്ക്ച്വേഷൻ. ആൻസർ സി ആണ്. വെൽ വൈ ഡോണ്ട് യു റീഡ് ദ ബുക്ക്? വാക്യത്തിൽ തുടക്കത്തിൽ ക്യാപിറ്റൽ അക്ഷരവും ചോദ്യവുമായതിനാൽ അവസാനം ക്വസ്റ്റ്യൻ മാർക്കും കൃത്യമായി നൽകിയിരിക്കുന്നത് ഓപ്ഷൻ സിയിലാണ്. 81. ഇറങ്ങിപ്പോയി സന്ധി ഏത്? ഇറങ്ങി പ്ലസ് പോയി, ഇറങ്ങിപ്പോയി സന്ധി. ഇവിടെ പ് എന്ന അക്ഷരം ഇരട്ടിക്കുമ്പോൾ ആൻസർ സി, ദ്വിത്വസന്ധി. 82. ശരിയായ പദം ഏത്? ആൻസർ ബി ആണ്, മനുഷ്യത്വം. 83. ആപ്പിൾ ഓഫ് ഐ. ഇതിന് സമാനമായ അർത്ഥം ആപ്പിൾ ഓഫ് ദ ഐ, കണ്ണിലുണ്ണി. 84. കണ്ടു പിരിച്ചെഴുതുക. ആൻസർ എ ആണ്, കൺ പ്ലസ് തൂ ആണ് കണ്ടു. 45. സ്വാമികൾ എന്നർത്ഥം ഏത് വരുന്നു? സ്വാമികൾ എന്ന് വെച്ചാൽ ശരിക്കും പൂജക ബഹുവചനാണ്. ആക്ച്വലി അവർ സിംഗുലർ ആണ്, പക്ഷെ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്ലൂറൽ ആയിട്ടുള്ളൊരു മീനിങ് കൊടുക്കുന്നു. അതാണ് പൂജക ബഹുവചനം. സ്വാമികൾ, മാരാർ. ജലം എന്നർത്ഥം വരുന്ന പദം ഏത്? ആൻസർ സി ആണ്, അപ്പ് എന്ന് വെച്ചാൽ ജലം. 87. നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം? ആൻസർ ബി, കഷ്ടപ്പെടുത്തുക. 88. യാചകൻ എന്ന പദത്തിന്റെ എതിർലിംഗം യാചകി. യാചകൻ, യാചകി. അശ്വത്ഥമാവപ്പോൾ ഭഗീരഥി കച്ചത്തിൽ ഋഷികളോടൊപ്പം ഇരുന്നുരുളുകയായിരുന്നു. ഭാഗീരഥി കച്ചം ഘടകപദമാക്കുമ്പോൾ ഭാഗീരഥിയുടെ കച്ചം. ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീതം നിമീലനം. ഉന്മീലനം ഓപ്പോസിറ്റ് നിമീലനം. സത് പ്ലസ് ആചാരം, സദാചാരം. ശരിയായ പദം സമ്രാട്ടാണ്. സമ്രാട്ടാണ് ശരി. 93. കാണാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം ദിദിക്ഷു. 94. നദിയുടെ പര്യായം അല്ലാത്തതേത്? ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. കാരണം അല്ലാത്തതായിട്ട് എന്തായാലും ഉറപ്പായിട്ടും പയോദത്തിന്റെ അർത്ഥം മേഘം എന്നാണ്, ധ്വനിയുടെ അർത്ഥം ശബ്ദം എന്നാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും സിയും ബിയും നദിയുടെ മീനിങ് അല്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. സ്രോതസ് എന്ന് പറയുന്ന നദിയുടെ ഉത്ഭവത്തിനെയാണ്. ദ്വീപവതി എന്ന് പറയുന്നത് നദിയുടെ പര്യായമാണ്. അപ്പോൾ നദിയുടെ പര്യായങ്ങളാണ് പുഴ, തരങ്കിണി, സരിത്ത്, ദ്വീപവതി, തടിനി. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ആൻസർ സി ആണ്. 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. ബാക്കി എല്ലാവരുടെയും ഇരട്ടിപ്പുണ്ട്, ഏകദേശം 5000-ഓളം. അപ്പോൾ ഏകദേശവും ഓളവും ഒരേ മീനിങ് ആണ്, അത് ഇരട്ടിപ്പാണ്. അതുപോലെ ഉദ്ദേശം 30-നടുത്ത്, ഉദ്ദേശവും അടുത്തും അതും ഇരട്ടിപ്പാണ്. ഏറെക്കുറെ 100-നകത്ത് അവിടെയും ഇരട്ടിപ്പ് വരുന്നുണ്ട്. പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക. ആൻസർ ബി ആണ്, നമ്പ്യാറാണ് പുല്ലിംഗം. നങ്ങ്യാറ്, ബ്രാഹ്മണി, പ്രഭുവിൻ്റെ സ്ത്രീലിംഗമാണ് പ്രഭ്വി. അപ്പോൾ നങ്ങ്യാറ്, ബ്രാഹ്മണി, പ്രഭ്വിയൊക്കെ
സ്ത്രീലിംഗമാണ്. നമ്പ്യാറാണ് പുല്ലിംഗം. ഒറ്റപ്പദമാക്കുക ഋഷിയെ സംബന്ധിക്കുന്നത് ആൻസർ എ ആണ്. ആർഷം. വിരക്തി എന്നതിൻ്റെ പര്യായമാണ് ആൻസർ സി ആസക്തി. 99 കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായി വരുന്നത് പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. ആൻസർ ബി. കഴുതക്കാമം കരഞ്ഞു തീർക്കും, പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതിൻ്റെ ശരിയായ വിവർത്തനം ആൻസർ സി ഇടക്കാല നടപടികൾ. താങ്ക് യു ഓൾ.